സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്മകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും. ഇന്നത്തെ സമയം ദൈവത്തെ ശ്രദ്ധിക്കാനുണ്ട്. എഹെസ്കേലിന്റെ പുസ്തകം 7-ാം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. വചനം പലപ്പോഴും നമ്മൾ ധ്യാനിച്ചിട്ടുള്ള അറിയാവുന്ന ഒരു വചനമാണ്. ഇതിലൂടെ ഒരു ചിന്ത നിങ്ങളിലേക്ക് കടത്തിവിടാൻ ഒരു നിയോഗമാണ്. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് കുടുംബത്തിനൊക്കെ ഒരു ആത്മീയ അനുഗ്രഹത്തിന് ദൈവകൃപയ്ക്ക് കാരണമായിത്തീരുന്നു. സ്വർഗത്തിലെ ദൈവം സഹായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നമുക്കറിയാം, എഹെസ്കേൽ പ്രവാചകൻ ഒരു വലിയ പ്രവാചകന്മാരിൽ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ്. അതേ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ യെശയ്യാവ്, യിരെമ്യാവ്, എഹെസ്കേൽ, ദാനിയേലൊക്കെയാണ് വലിയ പ്രവാചകൻ. അവരുടെ ശുശ്രൂഷ കാലഘട്ടവും ദീർഘമായിരുന്നു. അവരുടെ പുസ്തകങ്ങളും എന്താണ് വലിയ ദീർഘമായിട്ടുള്ള പുസ്തകങ്ങളും. അതുകൊണ്ട് വലിയ പ്രവാചകന്മാർ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ് ഈ പ്രവാചകൻ എന്ന് പറയുന്നത്. ഈ പ്രവാചക വാക്കിന്റെ അർത്ഥം തന്നെ ദൈവം ശക്തിപ്പെടുത്തുന്നവൻ എന്നാണ്. തന്റെ ശുശ്രൂഷകളിലൂടെ അതെല്ലാം ബോധ്യമാവും, അല്ലെങ്കിൽ വെളിപ്പെട്ട് വരുന്നു. ദൈവശക്തി വെളിപ്പെട്ട് വരുന്നു. അത് തലയുടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദൈവം ശക്തിപ്പെടുത്തുന്നവൻ. എഹെസ്കേലിനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യാണ്? ശക്തിപ്പെടുത്തുക, ബലപ്പെടുത്തുക. ഇന്ന് പകൽ നാം ചെയ്യാനുള്ള ദൈവീക പദ്ധതികൾക്ക് വേണ്ടി ദൈവം നമ്മെ എന്ത് ചെയ്യും? ശക്തിപ്പെടുത്തും. ദൈവം നമ്മെ ബലപ്പെടുത്തും. ധൈര്യം ആവശ്യമുള്ളവർക്ക് ധൈര്യം നൽകി കൊടുക്കും. ബലം ആവശ്യമുള്ളവർക്ക് ബലം നൽകി കൊടുക്കും. ശക്തി ആവശ്യമുള്ളവർക്ക് ശക്തി നൽകി കൊടുക്കും. കൃപ ആവശ്യമുള്ളവർക്ക് കൃപ നൽകി കൊടുക്കും. ഏത് പ്രതിസന്ധികളിൽ, ഏത് ദൈവീക പദ്ധതിയിലേക്ക് പ്രവേശിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് ആവശ്യമുള്ളത് എന്താണോ അത് നൽകി കൊടുക്കും. ആരോഗ്യമാണെങ്കിൽ ആരോഗ്യം കൊടുക്കും. സൗഖ്യമാണെങ്കിൽ സൗഖ്യം കൊടുക്കും. അത് ശക്തിയാണെങ്കിൽ ശക്തി പകർന്നു കൊടുക്കും. ഇവിടെ ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി എഹെസ്കേലിനെ ദൈവം ഉപയോഗിക്കുകയാണ്. അത് തന്നെയാണ് എഹെസ്കേലിന്റെ വാക്കില്ലാത്ത ദൈവം ശക്തിപ്പെടുത്തുന്നത്. നമ്മൾ ചിന്തിച്ചോണം, ദൈവീക പദ്ധതി എന്തെങ്കിലും എനിക്ക് ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങൾ എത്ര ബലഹീനനായാലും, നിങ്ങൾ എത്ര കഴിവുകെട്ട വ്യക്തിയാണെങ്കിലും, ഇല്ലാത്ത വ്യക്തികളാണെങ്കിലും, ദൈവത്തിന്റെ പ്ലാൻ ഉണ്ടെങ്കിൽ, ദൈവിക പദ്ധതി ഉണ്ടെങ്കിൽ, അതിനുവേണ്ടി ദൈവം നമ്മെ ശക്തിപ്പെടുത്തി ഉപയോഗിക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് പ്രവൃത്തിയാണെങ്കിലും അത് ചെയ്യുവാൻ ആവശ്യമാകുന്ന ബലവും ശക്തിയും കൃപയും കൂടെ നമുക്ക് നൽകി തരുന്ന ദൈവമാണ്. ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യം. ഇവിടെ ശ്രദ്ധിക്കൂ, ഇവിടെ ഒന്നാം വാക്യത്തിൽ യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു എന്ന് പറഞ്ഞാൽ എന്താ? യഹോവയുടെ പ്രവർത്തിക്കുന്ന അത്ഭുതകരമാകുന്ന കൈ ആരുടെ മേൽ വന്നു? എഹെസ്കേലിന്റെ മേൽ വന്നു. യഹോവയുടെ കൈ വെളിപ്പെട്ടു. യഹോവയുടെ കൈ വെളിപ്പെട്ടത് അവൻ എന്ത് ചെയ്തു? ബോധ്യം. ഏതെങ്കിലും പ്രവർത്തികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കൈ വെളിപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ ദൈവം ആ വിഷയത്തിൽ ഇടപെട്ടതുപോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ദൈവം ഇടപെട്ട ഒരു ഫീലിങ്സ് ഉണ്ടാവും. ദൈവം വിഷയത്തിൽ ഇടപെടുമ്പോൾ
അത് അനുഭവം. പ്രത്യക്ഷ അടയാളങ്ങൾ അതിനെതിരെ മനസ്സിലായ ദൈവസഭയിൽ അല്ലെങ്കിൽ വ്യക്തികളിൽ അല്ലെങ്കിൽ തലമുറകളിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ദൈവത്തിന്റെ ആ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ അത് പ്രത്യക്ഷ അടയാളങ്ങളുണ്ടാവും. അതെല്ലാവർക്കും മനസ്സിലാവുന്നില്ല. പക്ഷേ ആ വ്യക്തിക്ക് ചിലപ്പോൾ അതെന്ത് ബോധ്യമാവും. യഹോവയുടെ കൈ വന്നതായി. അപ്പൊ യഹോവയുടെ കൈ വന്നത് ആ ബോധ്യമായി. ബോധ്യമായി യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. വന്നപ്പോൾ എന്താ സംഭവിച്ചത്? യഹോവയുടെ ആത്മാവിനെ പുറപ്പെടുവിച്ചു. ഞാൻ പുറപ്പെട്ടതല്ല, ആത്മാവ്. സ്തോത്രം. മനസ്സിലായ പറഞ്ഞത്? ഞാൻ സൈലന്റ് അവിടെ, പക്ഷേ ദൈവം എന്ത് ചെയ്യാണ്? ആത്മാവ്. ഞാൻ സൈലന്റ് അവിടെ, പക്ഷേ ദൈവാത്മാവ് എന്നെ എന്ത് ചെയ്യാണ്? പുറപ്പെടുവിച്ചു. നിർബന്ധിക്കുക. എന്തിനു വേണ്ടി? പുറപ്പെടാൻ വേണ്ടി. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എന്നെ എന്ത് ചെയ്തു? പുറപ്പെടുവിച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമുക്ക് ആഗ്രഹമില്ലെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ദൈവം നമ്മെ സ്തോത്രം. ഹല്ലേലൂയ. ചിലതൊന്നും ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് എന്തല്ല ശാരീരികമായി ബലമോ അല്ലെങ്കിൽ മനസ്സോ ഒന്നും ഇല്ലായിരിക്കാം. പക്ഷെ ദൈവം ചിലത് ചെയ്യിപ്പിക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം. അതിന് നമ്മൾ വിധേയപ്പെടുത്തിയാൽ മാത്രം മതി. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പുറപ്പെടുവിക്കുവാൻ തയ്യാറാകുമോ? യഹോവയുടെ കൈ എന്റെ മേൽ വന്നപ്പോൾ യഹോവയുടെ ആത്മാവിനോട് പറഞ്ഞു പുറപ്പെടുക. യഹോവയുടെ ആത്മാവിനെ പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. പുറപ്പെടാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. സ്വയം പോയതല്ല, ദൈവാത്മാവ് എന്നെ എന്തിനാണ് കൊണ്ടുപോയതാണ്. വിശ്വസിക്കുന്നത് ദൈവാത്മാവ് നമ്മെ നടത്തിയ വിധങ്ങൾ, ദൈവാത്മാവ് നമ്മെ മുൻപോട്ട് നടത്തിയ വിധങ്ങൾ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് എന്നെ നടത്തി അത് വരിക എന്ന് എന്റെ മുമ്പിൽ പറയുന്ന ശബ്ദം ഞാൻ കേട്ടോ. എന്റെ കൈക്ക് പിടിച്ച് നടത്തുന്നുണ്ടായി. ആത്മാവിന്റെ ഹൃദയത്തോട് പറഞ്ഞു, നീ ഭവനത്തിൽ ഇരിക്കരുത്, നീ ഇന്നിടത്തേക്ക് പോകുക, ഇന്ന ഭവനത്തിലേക്ക് പോകുക, ഇന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് പോകുക, ദൈവത്തിന്റെ വാതിൽ കളയുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ആ ഭവനത്തിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യുക. Praise the Lord. ആത്മാവിനെ പുറപ്പെടുവിച്ചു. എന്നെ എന്ത് ചെയ്തു? അപ്പൊ എവിടെ നിർത്തണം, എവിടെ നിൽക്കണം എന്ന് ചിന്തിക്കുന്നത് ആത്മാവാണ്. മനസ്സിലായോ? എവിടെ പുറപ്പെടുവിച്ച് എവിടെ നിൽക്കണം എന്ന് ചിന്തിക്കുന്നത് ആത്മാവാണ്. പ്രത്യേക ഉദ്ദേശമുണ്ട്, പ്രത്യേക പദ്ധതിയുണ്ട്. നമുക്ക് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റെടുക്കാൻ നമ്മൾ നമ്മുടെ തലമുറകളെ ദൈവിക പദ്ധതിക്കകത്തേക്ക് പ്രവേശിപ്പിക്കുവാൻ, ദൈവത്തിന്റെ പദ്ധതിക്കകത്തേക്ക് ആത്മാവ് നടത്തപ്പെടുന്ന ഒരു അനുഭവം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുവാനായിട്ടുണ്ട്. അത് ഒരു സംശയമില്ല. തലമുറകളെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ദൂരാഴ്ച പറയുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ഗൈഡൻസ് പുറപ്പെടുന്ന നടത്തപ്പെടുന്ന ഒരു ആത്മീയ അനുഭവം തലമുറയുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ നടത്തുന്ന അനുഭവം അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ളിടത്തേക്ക്. Praise the Lord. Hallelujah. Oh Sabaliham. Shamalari Bala. Yahweh, Stotram. നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥാനത്ത് എന്ത് ചെയ്യാണ്? ആത്മാവ് നമ്മെ കൊണ്ടുപോയി നിർത്തുന്ന ഒരു പ്രത്യേകത. ആത്മാവനെ നിർത്തി താഴ്വരയിൽ നടുവിൽ നിർത്തി. അടുത്തതാണ് അവനെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അത് അവൻ നടന്നതല്ല, നടത്തുമാറാക്കി.
വേറൊരു ശക്തി എന്റെ പിന്നിലൊന്നുണ്ടായിരുന്നു. വേറൊരു പവർ ഉണ്ടായിരുന്നു. അവർ നടന്നതല്ല, അവരെ നടത്തി. ഇതുപോലെ യഹോവയുടെ കൈ നമ്മുടെ മേൽ വന്നാൽ, യഹോവയുടെ കൈ നമ്മുടെ തലമുറകളുടെ മേൽ വന്നാൽ, യഹോവയുടെ മഹത്വം നമ്മുടെ സഭയുടെ മേൽ വന്നാൽ, യഹോവയുടെ ശക്തി, യഹോവയുടെ കൈ നമ്മുടെ കുടുംബത്തിന്റെ മേൽ വന്നാൽ, വെറുതെ അത് വരുന്നതല്ല, അല്ല ചിലത് പുറപ്പെടുവിക്കാതെ ചിലത് ചുറ്റി നടത്തി കാണുവാൻ ദൈവിക പദ്ധതിക്കകത്തേക്ക് ദൈവാത്മാവ് എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ തലമുറകളെയും എന്റെ സഭയെയും ദൈവിക പദ്ധതിക്കകത്തേക്ക് ഒന്ന് പ്രവേശിപ്പിക്കണം. യഹോവയുടെ കൈ ഒന്ന് വെളിപ്പെടണം, യഹോവയുടെ മഹത്വം ഒന്ന് വെളിപ്പെടണം, യഹോവയുടെ ആത്മാവിന്റെ ഗൈഡൻസ് ഉണ്ടാകാതെ, യഹോവയുടെ ആത്മാവിന്റെ ശക്തി ഒന്ന് വെളിപ്പെടണമെന്ന് എത്ര പേർക്ക് കഴിയാം? നിയോഗം ഏറ്റെടുക്കുവാൻ എത്ര പേർക്ക് കഴിയാം? അത് യഹോവേ എന്നെ നടത്തുമാറാക്കണമേ. ഭയാനകമാകുന്ന ആസ്തിയുടെ ഇങ്ങനെ കിടക്കുന്ന ഇതൊക്കെ ചുറ്റി നടത്തുമാറാക്കുകയാണ്. ഈ പുസ്തകമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇതേ ഫീലിങ്സ് എല്ലായിടത്തും, ഇതേ ഫീലിങ്സ് എന്നുവെച്ചാൽ മറ്റു പുസ്തകങ്ങളിലേക്ക് ആക്ച്വലി വ്യത്യസ്തമായിട്ടാണ് ദൈവത്തിൽ സംസാരിക്കുന്നത്, ദൈവം ഇടപെടുന്നത്. അതെന്നുവെച്ചാൽ ദൈവം അവനെ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഗൈഡൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. പ്രത്യേക നിയോഗത്തോടു കൂടെ എന്ത് ചെയ്യണം? അവനെ അങ്ങനെ ദൈവാത്മാവ് അവനെ എന്ത് ചെയ്യണം? ഉപയോഗിക്കുകയാണ്. മനസ്സിലായോ? ദൈവാത്മാവിന്റെ ആ ഗൈഡൻസ് തന്നെ ഉപയോഗിക്കുകയാണ്. അടുത്ത വാക്യം 33-ാം അധ്യായത്തിലേക്ക് വരാം. 3-ാം അധ്യായം 22 മുതലുള്ള വാക്യം. ശ്രദ്ധിക്കൂ, അവിടെ വായിക്കുന്നത് വൈകുന്നേരമായപ്പോൾ യഹോവയുടെ ആത്മാവ് എന്റെ മേൽ വന്നു. രാവിലെ അവൻ എന്റെ അടുക്കൽ വരുമ്പോഴേക്ക് യഹോവ എന്റെ വായ തുറന്നിരുന്നു. പിന്നെ അങ്ങനെ എന്റെ വായ തുറന്നിരുന്നത് കൊണ്ട് ഞാൻ പിന്നെ മിണ്ടാതെ ഇരുന്നില്ല. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായി. ദക്ഷിണപുത്രായ ഇസ്രായേൽ ദേശത്തിലെ ശൂന്യസ്ഥലങ്ങളിൽ പാർക്കുന്നവർ അബ്രഹാം ഏകനായിരിക്കെ അവന് ദേശം അവകാശമായി ലഭിച്ചു. ഞങ്ങളോ പലരാകുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ വായിക്കുന്നത് യഹോവയുടെ ആത്മാവ് എന്റെ മേൽ എന്ത് ചെയ്തു? വന്നു. ഇല്ലേ? യഹോവയുടെ ആത്മാവ് എന്റെ മേൽ വന്നു, യഹോവയുടെ ശക്തി എന്റെ മേൽ വന്നു, യഹോവയുടെ മഹത്വം എന്റെ മേൽ വന്നു. ഒരു പ്രത്യേക ഡ്യൂട്ടി ചെയ്യേണ്ടതിന് വേണ്ടി ദൈവാത്മാവിനെ ശക്തമായിട്ട് ഉപയോഗിക്കുവാനായിട്ടായിരുന്നു. അത് 14-ാം വാക്യം വായിക്കും. 14 മൂന്നാം വാക്യത്തിലെ 14. ആത്മാവിനെ എടുത്തുകൊണ്ട് പോയി കണ്ടോ? എന്റെ ആത്മാവ് എടുത്തോണ്ട് പോയി. യഹോവയുടെ കൈ എന്റെ മേൽ ഇരുന്നു. ഇതുപോലാണ്, ഇതേ ഫീലിങ്സിലാണ് ഈ എസ്കേനോട് ദൈവം ചെയ്യുന്നത്, ഇടപെടുന്നത്. അങ്ങനെ എടുത്തുകൊണ്ട് പോയി എന്നൊന്നും അങ്ങനെ എന്തില്ല. മറ്റേ ചുരുക്കമായ ചില പദങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആത്മാവ് അവൻ എന്ത് ചെയ്യണം?
ഒരു ഗൈഡൻസിൽ നടത്തുകയാണ്. ഇതുപോലെ ദൈവത്തെ ആത്മാവ് ശക്തമായി പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്റെ ഭക്തന്റെ ദൈവം ചില ഗൈഡൻസ് നൽകുമെന്ന്, ചില നിയോഗങ്ങൾ നൽകുമെന്ന്, പരിശുദ്ധാത്മാവ് വരുമെന്ന്, ചില പ്രത്യേക ഡ്യൂട്ടി ചെയ്യേണ്ടതിന്, പ്രത്യേക ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യേണ്ടതിന് പരിശുദ്ധാത്മാവ് നമ്മളെ വെളിപ്പെട്ടു വരുമെന്ന്. കുടുംബത്തോട് പറയുകയാണ്, തലമുറയിൽ ഇങ്ങനെ ചില നിയോഗങ്ങൾ വെളിപ്പെടുത്തുക, ചില നിയോഗങ്ങൾ വെളിപ്പെടുത്തുക. ദൈവത്തിന്റെ ഡ്യൂട്ടി ചെയ്യേണ്ടതിന് വേണ്ടി ദൈവം ചിലതിനെ ശക്തിപ്പെടുത്തുക, ചിലതിനെ ബലപ്പെടുത്തുക, ചിലതിനെ ഉറപ്പ് നൽകുക. ആത്മാവിനോട് പറയുന്നു എന്നുള്ള ഫീലിംഗ്സ് ഉണ്ടായി, ആത്മാവിന്റെ ഗൈഡൻസ് ഉണ്ടായി. ചിലരെ പുറപ്പെടുവിക്കുവാനായിട്ട് ഇടയായിട്ടില്ല, ചിലത് ചെയ്യുവാൻ തക്കവണ്ണ, ചില നിയോഗങ്ങളിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കുടുംബത്തിന്റെ അകത്ത് ശക്തിയോട് വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക. ഇതുപോലെയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ എന്ത് ചെയ്യുന്നത്, നടത്തുകയും ദൈവത്തിന്റെ ശക്തിയിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അത് 3-ാം അധ്യായം 22 വായിച്ചാൽ 22 യഹോവയുടെ കൈ അവിടെ പിന്നെയും എന്റെ മേൽ വന്നു. നീ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോകാ, അവിടെ വെച്ച് ഞാൻ എന്നോട് എന്ത് ചെയ്യും, നീ ഇവിടെ നിന്നാ പോയാ നീ എങ്ങോട്ട് പോകണം, സമഭൂമി, അവിടെ വെച്ച് ഞാൻ എന്നോട് സംസാരിക്കും. ദൈവത്തിന്റെ മഹത്വം നിൽക്കുന്നത് രഹസ്യം കണ്ടെന്നാണ്. ദൈവത്തിന്റെ മഹത്വം ആര് കണ്ടു? സമഭൂമിയിൽ ചെന്ന ഈ എസ്കേൽ ദൈവാത്മാ പറഞ്ഞു, നീ ഇവിടെ നിൽക്കേണ്ടവരല്ല, നീ സമഭൂമിയിലേക്ക് പോകാ. അവിടെ ചെന്നപ്പോൾ കണ്ടത് മഹത്വം നിൽക്കുന്നതാണ് കണ്ടത്. ഇതുപോലെ മറന്നുപോകരുത്, ദൈവം ചില നിയോഗങ്ങളിലേക്ക്, ദൈവം പ്രത്യേക ആത്മീയ സാന്നിധ്യം നമ്മളെ കഴിയുമ്പോ ദൈവം ചില പുറപ്പെടുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നിയോഗം നൽകുമ്പോ ദൈവത്തിന്റെ ഭാഗ്യമുണ്ട്. നീ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോകാം, ഞാൻ എന്നോട് സംസാരിക്കും. പോയി യഹോവയുടെ മഹത്വം നിൽക്കുന്നത് കണ്ട് ഞാൻ കവിണ് വീണു. ഞാൻ അവിടെ നിന്നതല്ല, എന്ത് ചെയ്തു, അവിടെ വീട് കിടക്കാമോ? യഹോവയുടെ മഹത്വം കണ്ട് യഹോവയുടെ മഹത്വം കണ്ട് വീണു. ശക്തി പോയി. പക്ഷെ ദൂരത്തോട് പറയുക, അവരെ തട്ടി എതിര് പറയുക, അവരെ എതിരേറ്റ് നിന്നതല്ല നിൽക്കുമാറാക്കി. ശക്തമായി പറയുന്നത് ദൈവം ചിലയിടത്ത് നിൽക്കുമാറാക്കും, അല്ല ചിലയിടത്ത് കൊണ്ട് നിൽക്കുമാറാക്കും. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് തലമുറകളെ കൊണ്ട് നിൽക്കുമാറാക്കും. പരിശുദ്ധാത്മാവിന്റെ ഹിതപ്രകാരം ദൈവം ചിലരെ നിർത്തും. Praise the Lord. അങ്ങനെ നിൽക്കാൻ തക്കവണ്ണം യഹോവയുടെ ആത്മാവ് ചിലരുടെ മേൽ വന്നു. ക്രിയകൾ അങ്ങനെയാണ്, ദൈവപ്രവൃത്തികളാണ്. ദൈവം കൊണ്ട് നിർത്തും, ദൈവം കൊണ്ട് നിർത്തും. അവിടെ കവിട് വീണ ഈ എസ്കേലിനെ ദൂതൻ വന്ന് എന്ത് ചെയ്യണം, തട്ടി എഴുന്നേൽപ്പിച്ച്
നിവർന്ന് നിൽക്കുമാറാക്കി. നിൽക്കുമാറാക്കി. അടുത്ത വാക്യം കൂടെ. ആ മതി മതി മതി. അവിടെ ചെന്ന് പാർക്കായി എന്ന് പറഞ്ഞ പ്രത്യേക നിയോഗങ്ങൾ വിനന്തിയാണ് ദൈവം നൽകി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. ദൈവം അതാത് സമയത്ത് അതാത് സമയങ്ങളിൽ ദൈവിക നിയോഗങ്ങൾ ദൈവിക പദ്ധതിയുടെ പ്രവേശനത്തിലേക്ക് നമുക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവിക പദ്ധതിയുടെ പ്രവേശനത്തിലേക്ക് ഹല്ലേലൂയ. നാമും നമ്മുടെ തലമുറയും നമ്മുടെ സഭയും നമ്മുടെ എല്ലാ കുടുംബങ്ങളും അതിനകത്തേക്ക് പ്രവേശിക്കും. പദ്ധതിയുടെ അകത്ത് നമ്മൾ നിൽക്കണം. ദൈവിക പ്ലാനിനകത്ത് നമ്മൾ നിൽക്കണം. ദൈവിക പദ്ധതിക്കകത്ത് നമ്മൾ നിൽക്കണം. അത് ദൈവശക്തമായിട്ട് ഉപയോഗിക്കും. ദൈവസഭയെ ദൈവശക്തമായിട്ട് ഉപയോഗിക്കും. കുടുംബങ്ങളെ ദൈവശക്തമായിട്ട് ഉപയോഗിക്കും. ദൈവശക്തമായിട്ട് ഉപയോഗിക്കും. അകത്തേക്ക് ഞാൻ പ്രവേശിക്കാതെന്നല്ല. അതുപോലെ Praise the Lord. Jesus, hallelujah, hallelujah, hallelujah. അതിനാവശ്യമായ ബലം പകർന്നു കൊടുക്കും ദൈവം. അതിനാവശ്യമായ ശക്തി പകർന്നു കൊടുക്കും ദൈവം. ബലഹീനനാണെങ്കിൽ ദൈവം തൊട്ടെന്ത് ചെയ്യും? ബലപ്പെടുത്തും. താഴ്ന്ന കിടക്കുകയാണെങ്കിൽ ദൈവം എന്ത് ചെയ്യും? തട്ടി ഉണർത്തി എഴുന്നേൽപ്പിച്ച് നിൽക്കുമാറാകും. ദൈവശക്തിയാണ്. ദൈവശക്തിയാണ്. ഉന്നതരുടെ മുമ്പിൽ നമ്മുടെ തലമുറകളെ നിർത്തുമാറാകും. ജ്ഞാനപ്രവായിരിക്കും, ബുദ്ധിപ്രവായിരിക്കും, കഴിവുപ്രവായിരിക്കും. പക്ഷെ ശ്രേഷ്ഠമേറിയ അനുഭവത്തിന്റെ മുമ്പിൽ മന്ത്രിമാരുടെ മുമ്പിൽ രാജാക്കന്മാരുടെ മുമ്പിൽ ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ നമ്മുടെ തലമുറകളെ നിർത്തുമാറാക്കുന്ന ദൈവ സാന്നിധ്യമുണ്ട്. ഇവിടെ എഗസ്കേലിനെ താഴ്വരയുടെ മുമ്പിൽ എന്ത് ചെയ്യാണ്? താഴ്വരയുടെ നടുവിൽ എന്താണ്? അസ്ഥികൂപാരങ്ങൾ കൂടിക്കിടക്കുന്ന അതിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് പറഞ്ഞു ചുറ്റും തെളിയും അവനെ നടത്തുമാറാക്കി. എന്നിട്ട് എന്താ വാക്യം? എത്രയും അധികമായിരുന്നു ഏറ്റവും ഉണങ്ങിയ അസ്ഥികളുടെ നടുവിലൂടെ എന്തെയ്യണം? ചുറ്റി നടത്തുമാറാക്കി. അസ്ഥികൂപാരങ്ങൾ താഴ്വരയിൽ വളരെ അധികമായിരുന്നു. അത് ഉണങ്ങിയ അസ്ഥികളായിരുന്നു. ഭയപ്പെട്ടു പോലെ അപ്പോഴേക്കാണ് അസ്ഥികളും തലയോട്ടികളും പിന്നെന്താണ് വായുകളും കാലിന്റെ കൈയിന്റെ ഒക്കെ കാണുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് അത് എവിടെ കണ്ടിട്ടുള്ളൂ? ഇവിടെ സാധാരണ വെക്കുന്ന ഇവിടെ ഹോസ്പിറ്റലിൽ ചില പ്രത്യേക മ്യൂസിയത്തിനകത്തൊക്കെ ഇങ്ങനെ അസ്ഥി തൂക്കി ചെയ്ത് കിട്ടും. അല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം? നേരിട്ട് പ്രേരായിട്ട് അത് കാണിക്കുന്നത്. എന്നിട്ട് എക്സ്കേലോട് ദൈവം ചോദിക്കാണ്, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? മറുപടി അറിയുന്നു എന്ന് പറഞ്ഞ എസ് എന്നും പറഞ്ഞില്ല, നോ എന്നും പറഞ്ഞില്ല. നീ അറിയുന്നു എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ചെയ്യാൻ ദൈവത്തിന് നോ എന്ന് പറഞ്ഞാൽ അത് ഓപ്പോസിറ്റ് ചെയ്യാൻ ദൈവത്തിന് കഴിയും. അത് പറയാൻ നീ അറിയും, നിനക്ക് ഇതിനെ ജീവിപ്പിക്കാൻ കഴിയും, നിനക്ക് ഇതിനെ ഇതുപോലെ ജീവിക്കാനും കഴിയും. നീ അറിയുന്നു എന്ന് പറയാണ്. അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്
ഉണങ്ങിയ അസ്ഥികൾ കാണിക്കുന്നത് ഇത് മൊത്തം കാണിക്കുന്നത് ഇസ്രായേൽ ജനത്തിന്റെ അവരുടെ വിശ്വാസക്കുറവും അവരുടെ ചിതറിയ അവസ്ഥകളും എന്നുവെച്ചാൽ ഒന്നിനോടൊന്ന് ചേരാതെ എന്ത് ചെയ്യാണ് ബാബിലോൺ പ്രവാസത്തിൽ ഇവർ ആയിരിക്കുന്ന പ്രത്യേക മണ്ഡലമാണ് ഇതിന്റെ പശ്ചാത്തലം. ഇവരെ ഒന്നു ചേർക്കുമെന്നും ഇവരെ ഒരു വലിയ ജാതിയായിട്ട് വീണ്ടും കൂട്ടിച്ചേർക്കുമെന്നാണ് ഈ പ്രവചനത്തിന്റെ അല്ലെങ്കിൽ ഈ വാക്യങ്ങളുടെ എല്ലാം അർത്ഥമെന്ന് പറഞ്ഞ ഇസ്രായേൽ ജനം എന്താണ് ബാബിലോണിൽ ചേർക്കുകയാണ്. അവിടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ഉണങ്ങിയ അസ്ഥികൾ പോലെ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ഇനി ഒരിക്കലും എന്ത് ചെയ്തില്ല, രക്ഷയില്ലെന്ന് അവർ ചിന്തിച്ചു. ഇനി ഒരിക്കലും ഒരു ഉയർച്ചയില്ലെന്ന് അവർ എന്ത് ചെയ്തു, ചിന്തിച്ചു. അത്രമാത്രം ഇസ്രായേൽ ജനം അവർ മാനസികമായും ശാരീരികമായും ഉണങ്ങിയ അവസ്ഥകളിൽ, തകർന്ന അവസ്ഥകളിൽ, ചിതറപ്പെട്ട അവസ്ഥകളിലായിരുന്നു. പ്രവാചകരോട് പറയുന്നില്ല, ഞാൻ അവരെ കൂട്ടിച്ചേർക്കാൻ പോകുകയാണ്. ഈ അസ്ഥികൾ എത്ര ചിതറിയോ, ഈ അസ്ഥികൾ എത്ര ഉണങ്ങിയോ, ഈ അസ്ഥികൾക്ക് എത്ര വിശ്വാസം നഷ്ടപ്പെട്ടുവോ, എത്രമാത്രം അതിന് ജീവനില്ലാതിരിക്കുന്നതോ അർത്ഥമാണ്. ഈ അസ്ഥികളെ ജീവിപ്പിച്ചോ, ഈ ഇവിടെ അസ്ഥിരമായി കിടക്കുകയാണ്. പ്രതീക്ഷകളെല്ലാം ഇവിടെ നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. ഒരു പ്രതീക്ഷയുമില്ലാതെ കിടക്കുന്ന അസ്ഥികളോട് പ്രവചിക്കുവാനായിട്ട് പറയുമ്പോൾ ഒരു ചിന്തിച്ചു നോക്കണമേ, ഈ അസ്ഥികൾ കേൾക്കതി ഈ അസ്ഥികൾ കേൾക്കതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലരെ നോക്കി നമ്മൾ പ്രവചിച്ചോണം. ചിലർ നോക്കി നമ്മൾ ചിലർ പ്രഖ്യാപിച്ചു വിശ്വാസം പ്രതീക്ഷ കൊണ്ട് കാണുന്നില്ല. വെറും ആരോഗ്യ ശക്തിയോട് നിരവധിയില്ല, കാണത്തില്ല. ചിലപ്പോൾ ചിതറപ്പെട്ടതായിരിക്കാം, ഒരുമിച്ച് ചേർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ആത്മാവിനെ പ്രവചിക്കാൻ തയ്യാറായ ആ വാക്കുകളെ ബലമില്ലാത്തത് ബലം പകർന്നു കൊടുത്ത്, ശക്തിയില്ലാത്തത് ശക്തി പകർന്നു കൊടുത്ത, ബുദ്ധിയില്ലാത്തതിന് ബുദ്ധി പകർന്നു കൊടുത്ത, ജ്ഞാനമില്ലാത്തതിന് ജ്ഞാനം പകർന്നു കൊടുത്ത, ദൈവം ഉയർത്തി കണ്ടുവരുക. ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികളോട് പ്രവചിക്കുക, ഈ അസ്ഥികളോട് പ്രവചിക്കുക. ധൈര്യത്തോടെ ചില ശൂന്യതകളെ കണ്ട് ആത്മാവിൽ ചിലർക്ക് പ്രഖ്യാപിച്ചോണം കേട്ടോ. ചില ശൂന്യതകളെ കണ്ട് ആത്മാവിൽ പ്രവചിച്ചോണം. ചില ബലഹീനതകളെ കണ്ട് ആത്മാവിൽ പ്രവചിച്ചോണം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞോണം. യേശുവിന്റെ നാമത്തിൽ ബലമാകട്ടെ എന്ന് കൽപ്പിച്ചോണം. യേശുവിന്റെ നാമത്തിൽ ശക്തി വരട്ടെ എന്ന് ശ്രദ്ധിച്ചോണം. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ എന്ന് കൽപ്പിച്ചോണം. യേശുവിന്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കട്ടെ എന്ന് കൽപ്പിച്ചോണം. യേശുവിന്റെ നാമത്തിൽ അസ്ഥിയും മാംസവും Hallelujah.
ഞാൻ ചിലരുടെ ജീവൻ വരുത്തും, ഞാൻ ചിലരുടെ തൊക്ക് വരുത്തും, ഞാൻ ചിലരുടെ മാംസം വരുത്തും. ഹല്ലേലൂയ. ഞാൻ ചിലരെ കൂട്ടിച്ചേർക്കും. ചിന്തറിയതിനെ ചിലതിൽ ശ്വാസം വരുത്തും, ഞാൻ നരമ്പ് വെച്ച് മാംസം പീഡിപ്പിച്ച് കൊണ്ട് പൊതിഞ്ഞ് ശ്വാസം വരുത്തും. അടുത്തത് പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മുഴക്കം കേട്ടു. അസ്ഥികളോട് പ്രവചനാണ്. അദ്ദേഹത്തോട് ദൈവം ചെയ്തു, പ്രവചിച്ചു. അപ്പോൾ തന്നെ ഒരു മുഴക്കം കേട്ടു, ഉണ്ടായി. അസ്ഥികളോട് വന്നെന്ത് ചെയ്തു? ഓരോ അസ്ഥി ചെറുതായിക്കൊണ്ടിരിക്കുക, അതിന്റെ പാർട്സ് എല്ലാം എന്ത് ചെയ്തു? മാറി കിടക്കുക. എല്ലാ പാർട്സുകളും വന്നെന്ത് ചെയ്തു? ഒരേ കണക്ഷനാണ്. ഈ അസ്ഥികളൊക്കെ ഇതെല്ലാം എന്താണ്? ഈ അസ്ഥികളെല്ലാം എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആക്കാൻ നമ്മുടെ കൈകളുടെ അസ്ഥികളെ, കാലിന്റെ അസ്ഥികളൊക്കെ എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ആക്കാം. പക്ഷെ ഇതെല്ലാം വന്ന അതാത് സ്ഥാനത്ത് വന്ന് എന്ത് ചെയ്യും? വന്ന് ചേർന്നു. എവിടെ കൈയുടെ അസ്ഥികൾ എവിടെ വന്ന് ചേർന്നോ അവിടെ എന്ത് ചെയ്യും? വന്ന് ചേർന്നു. കാലിന്റെ അസ്ഥികൾ എവിടെ വന്ന് ചേർന്നോ അവിടെ വന്ന് ചേർന്നു. തലയുടെ അസ്ഥികൾ എവിടെ വന്ന് ചേർന്നോ അവിടെ വന്ന് ചേർന്നു. വാരി എല്ലുകൾ അസ്ഥികൾ എവിടെ വന്ന് ചേർന്നോ അവിടെ വന്ന് ചേർന്നു. അസ്ഥികൾ അസ്ഥികളോട് വന്ന് ചേർന്നു. അതെന്തു? എഴുന്നേറ്റ് നിന്നു. നരമ്പുകൾ ആ വാക്യം വായിച്ചാട്ടെ. താഴോട്ട് കണ്ടു, ഇല്ലായിരുന്നു. കാറ്റിനോട് പ്രവചിക്കാം. ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഇന്ത്യ അസ്ഥിയോട് പ്രവചിക്കാം. ഇപ്പൊ പറയാ കാറ്റിനോട് പ്രവചിക്കാം. അപ്പോൾ അവൻ എന്ത് ചെയ്തു? കാറ്റിനോട് പ്രവചിച്ച അവരുടെ മേൽ ഊതുക. എന്നിട്ട് വന്നു. സൈന്യമായി ഇസ്രായേൽ ജനമൊക്കെ പ്രത്യാശയില്ല. പിന്നെ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ബാബിലോൺ പ്രവാസത്തിലിരുന്ന ജനത്തോട് ഒരു ദർശനത്തിലൂടെ രഹസ്യയിൽ ശക്തമായി ഇടപെടുകയാണ് ചെയ്യുന്നത്. ആ നദികളെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, പ്രത്യാശ നഷ്ടപ്പെട്ടു, വിശ്വാസം നഷ്ടപ്പെട്ടു. അതിന് ഉണങ്ങിയ അസ്ഥിക്ക് സമാനമായി ആത്മീയ ബന്ധമെല്ലാം എന്തെയ്തു? വേർപെട്ടു. ബന്ധങ്ങളോടുള്ള ദൈവത്തോടുള്ള ബന്ധമെന്തെയ്തു? നശിച്ചു. ആരാധനയോടുള്ള ബന്ധമില്ലാതായി, ആലയത്തോടുള്ള ബന്ധമില്ലാതായി, കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമില്ലാതായി, ആത്മീയ ഐക്യതയില്ലാതായി, അങ്ങനെ ചിതറി കിടക്കുന്ന ഒരവസ്ഥയിലോ ഇപ്പോൾ പ്രവാചകൻ പറയുക, നിങ്ങളെല്ലാം കൂട്ടിച്ചേർക്കുവാൻ തുടങ്ങോ, നിങ്ങളെല്ലാം ഒരുമിപ്പിക്കുവാൻ തുടങ്ങോ. ആത്മീയ ഐക്യത കുടുംബത്തിലെ അതൊക്കെ അത്യാവശ്യമാണ്. ആത്മീയ ഐക്യത കുടുംബത്തിൽ അത്യാവശ്യമാണ്. മാതാവും പിതാവും അവരുടെ മക്കളും തമ്മിലുള്ള ഒരു ആത്മീയ താരാത്മ്യം കുടുംബത്തിനകത്ത് വരട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 4 പേരാണ്, 5 പേരാണ്, 6 പേരാണ് കുടുംബത്തിനകത്തുള്ളത്.
ആത്മീയ ഐക്യത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവത്തെ കൂട്ടിച്ചേർക്കുകയാണ്. അത് പറയാമോ കർത്താവേ, ഞങ്ങൾ ഐക്യമായിരുന്നു ഒരു വലിയ ശക്തിയായിരിക്കേണ്ടത് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്റെ കുടുംബം, എന്റെ സഭ അതിൽ ഐക്യമായിരുന്ന ഒരു ശക്തിയായിരിക്കേണ്ടത് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കുടുംബങ്ങളുടെ ഐക്യതയെ, തലമുറകൾ തമ്മിലുള്ള ഐക്യതയെ, മാതാപിതാക്കൾ തമ്മിലുള്ള ഐക്യതയെ, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ഐക്യതയെ, മക്കളും പേരൻസും തമ്മിലുള്ള ഐക്യതയെ നഷ്ടപ്പെടുത്തുന്ന പൈശാചിക മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് അവരുടെ ജയം പ്രഖ്യാപിക്കുകയാണ്. ആത്മശക്തി വെളിപ്പെടുന്ന ഒരേ മനസ്സോടെ നിന്ന, ഒരേ മനസ്സോടെ നിന്ന, ഒരേ കൃപയോടെ നിന്ന ആത്മാവിന്റെ പ്രവർത്തികൾ ചെയ്തെടുക്കുവാൻ ദൈവത്തിന്റെ വലിയ നിയോഗങ്ങൾ ഈ തലത്തിൽ വെളിപ്പെടുവാനായിട്ട് ശക്തിയോടെ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടണമേ, അങ്ങയുടെ ശക്തി വെളിപ്പെടണമേ. ഹല്ലേലൂയ. നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് മഹാജാതിയായി അത് നിങ്ങളെ എന്തെയും ഹല്ലേലൂയ മടക്കി വരുത്തും. ക്രിസ്തുവിലേക്ക്, ആലയത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വദേശത്തിലേക്ക് നിങ്ങളെ മടക്കി ഇങ്ങനെ ഒരു നിയോഗം എനിക്ക് വേണ്ടാം ആവശ്യം. ഇങ്ങനൊരു നിയോഗം എനിക്ക് ആവശ്യം. ഇങ്ങനെ ഒരു അത്ഭുതകരമായ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്. ഇങ്ങനെ ഒരു ദൈവിക പ്രവൃത്തി എനിക്ക് ആവശ്യമാണ്. ഇങ്ങനെ ഒരു അടയാളങ്ങളുടെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിൽ, എന്റെ തലമുറ ചില നിയോഗങ്ങൾ ദൈവത്തിന്റെ പദ്ധതിയിലേക്കുള്ള നിയോഗമാണ്. ദൈവീക പദ്ധതിയിലേക്ക് ജനത്തെ കൊണ്ടുവരിക. അതേ പ്രവചകന്റെ പ്രവാചകനെ ദൈവം ഉപയോഗിച്ചത് ഇതുപോലെ ദൈവീക പദ്ധതിയിലേക്ക് നാം പ്രവേശിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ നിയോഗം നമ്മുടെ വരുന്നതാണ്. ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കുക. എല്ലാ കണ്ണുകളും അടച്ചാണ്. ആ യുവജനം നമുക്ക് അനുഗ്രഹമായി തീരേണ്ടതിനാണ്, വിടുതലിന് കാരണമായി തീരേണ്ടതിനാണ്. ചില വിഷയങ്ങളിൽ ചില നിയോഗങ്ങൾ ഉണ്ടാകുന്നതിനാണ്, പ്രാർത്ഥിക്കുന്ന ചില മണ്ഡലങ്ങളിൽ ദൈവ ശക്തി ആകാശം ഭൂമി ഉണ്ടാക്കിയ നിങ്ങളുടെ സ്വർഗീയപിതാവേ, 2024 വർഷം നവംബർ മാസം 28 വ്യാഴാഴ്ച പകലായി ഞങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുന്നു. സ്വാഗതം ചെയ്യുന്ന കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അത്ഭുതമായി ഞങ്ങളെല്ലാം കർത്താവ് ഉള്ളം കയ്യിൽ വഹിച്ച് പരിപാലിച്ച വൻകൃപയ്ക്കായി സ്വാഗതം ചെയ്യുന്ന ഞങ്ങൾ ഈ മരുഭൂമി യാത്രയിൽ മേഘസംഭമായി, അഗ്നിസംഭമായി, അതായത് ജീവനുള്ള വെള്ളം, ജീവനുള്ള മന്ന ഞങ്ങൾ നൽകി പോഷിപ്പിച്ച് ഞങ്ങൾ ഉള്ളം കയ്യിൽ വഹിച്ച ശത്രുക്കൾ ഞങ്ങൾ വെടിവിച്ച് അങ്ങനെ മഹാസ്നേഹത്തോട്ട്, ദയോട്ട്, അങ്ങനെ വിശ്വസ്തയോട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അപ്പൊ യഹോവ ഇനിയ, യഹോവ ശലോമായ, യഹോവ നിസ്സയൊക്കെ കർത്താവ് ഓരോ സമയങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കർത്തദാസമായ കുടുംബങ്ങൾക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്ന് ഞങ്ങളെ വെടിവിച്ച് ഞങ്ങളെ സഹായിച്ച് ഞങ്ങൾ ഉള്ളം കൈ വഹിച്ച വൻകൃപയോട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ നിത്യസ്നേഹത്തിന് ആഴവും ഉയരവും നീളവും വീതിയും അനുഭവിപ്പാൻ ഇന്ന് പകല് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ ആയുസ്സിനായി, ആരോഗ്യത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അനേകർ ഈ ലോകം വിട്ടുപോയപ്പോൾ, മറ്റനേകർ ആശുപത്രിയിൽ അഭയം തേടുമ്പോൾ, മറ്റനേകർ ഭവനങ്ങൾ രോഗികളായി കിടപ്പാരി
ആരാധിക്കുമ്പോൾ ഞങ്ങൾക്ക് നൽകിയെത്താൻ ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പ. ഞങ്ങളുടെ താഴെ പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെയും വിശുദ്ധിയുടെ താവെ സാധിക്കും കൊണ്ടല്ലോ അങ്ങനെ കൃപയാൽ ഞങ്ങൾ ആകുന്ന നോട്ട് സ്തോത്രം ക്രിസ്തുവെന്ന പാനങ്ങൾ ഓർപ്പിച്ച് നിർത്തി കർത്താവേ നാമേ ഇന്ന് പകരം നൽകിയ പുതിയ പാട്ടുകൾക്കായി സ്തോത്രം. അതിനിമിത്തമായി അങ്ങയുടെ പാടി സ്തുതിക്കുവാൻ ഞങ്ങളെ സഹായിച്ച പണികൾക്കായി സ്തോത്രം ചെയ്യണം. കൃത്യമായി വ്യാഴാഴ്ച ഹല്ലേലൂയ സ്തോത്രം കോട്ടയം മീറ്റിംഗായി കൂടി വരുവാൻ കർത്താവ് ഞങ്ങളെ താവെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യണം. അർദാസൻ താവെ ശൈചനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ദാസിക്കായി സ്തോത്രം നൽകിയ മക്കൾക്കായി സ്തോത്രം ചെയ്യണം. ദാസന്റെ താവയുടെ ജോലിക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കൂടിവരുന്ന ദൈവസഭയ്ക്കായി സ്തോത്രം. ആത്മീയമായ കാഴ്ചപ്പാടും താല്പര്യം താവയുടെ എരിവ് കർത്താവ് നൽകിനായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്ത കുടുംബമായി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സേവിപ്പാൻ അയക്കുന്ന ദേശങ്ങളെ താവെ ഉയർത്തുവാൻ അവരൊരുപോലെ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവസഭകൾക്ക് അനുഗ്രഹമാണല്ലോ കർത്താവേ കുടുംബങ്ങൾക്ക് അനുഗ്രഹമാകിയ സ്തുതിക്കുന്നു. ദേശങ്ങൾക്ക് നിങ്ങളുടെ ആശ്വാസമാകിയ സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഇരുവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥി കുടുംബജീവിതത്തെ കർത്താവ് ധാരാളം അനുഗ്രഹിച്ച് അനേക ജീവിതങ്ങൾക്ക് കുടുംബങ്ങൾക്ക് ഒരു അനുഗ്രഹവും ആശ്വാസമാക്കി നൽകണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന ഇരുവരുടെയും കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന ആരും നശിപ്പോകാതെ എല്ലാവരെയും സത്യപാതരായിത്തീരുവാൻ കർത്താവ് കണ്ണാടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കഴിഞ്ഞ നാളുകളെ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഭാരങ്ങൾ കണ്ണുനീരെല്ലാം കർത്താവ് കണ്ട് ഓരോ വിഷയത്തിനും കർത്താവ് നൽകിയ മറുപടികൾക്കായി സ്തോത്രം. എന്നാൽ വീണ്ടും ഹല്ലേലൂയ കർത്താവ് പുതുവഴികൾ തുറക്കുന്നതായി ശ്രദ്ധിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ പ്രാർത്ഥിച്ച മറ്റനേക വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ കാത്തിരിക്കുമ്പോൾ കർത്താവ് തക്ക സമയത്ത് മറുപടി നൽകി അവരെ താവെ സഹായിച്ച് അവരെ ആദിക്കുന്ന ദിവസങ്ങൾക്കായി ശ്രദ്ധിക്കുന്നു. നാല് മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജോലിക്കായി സ്തോത്രം ചെയ്യുന്നു. ഭാവിക്കായി സ്തോത്രം. കർത്താവ് വിദ്യാഭ്യാസ കുഞ്ഞുങ്ങളുടെയായി സ്തോത്രം ചെയ്യുന്നു. അതേ കർത്താവേ പരീക്ഷകൾ ഒരുങ്ങുന്ന കുഞ്ഞിനായി സ്തോത്രം. ചൂണ്ടുമണി പോയ താവേ ഗവനായി സ്തോത്ര കുഞ്ഞുങ്ങളെല്ലാം ഉള്ളെങ്കിൽ വഹിച്ച അവരെ ഭാവിയെ അവരുടെ വിദ്യാഭ്യാസ ജോലിയെല്ലാം യേശു നാമത്തിൽ സഭയായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭകൾക്ക് ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. അവർ പഠിക്കുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ദേശങ്ങൾക്ക് രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. അങ്ങനെ പദ്ധതി ഉണ്ടല്ലോ കുടുംബത്തിനെ കുറിച്ച് അതാവ് കുഞ്ഞുങ്ങളെ കുറിച്ച് ദാസിനെ കുറിച്ച് ദാസിയെ കുറിച്ച് പദ്ധതി ഉള്ളതായി ഞങ്ങൾ സ്തുതിക്കുന്ന പ്രകാരം ഇന്ന് പകൽ അങ്ങനെ ആത്മാവ് വ്യക്തമായി സ്പഷ്ടമായി അവരോട് സംസാരിച്ചു. ദൈവസഭയോട് സംസാരിച്ചു കൃപയ്ക്കായി സ്തോത്രം. അങ്ങനെ സ്വർഗീയ വിളിയാൽ പരന്ന വിളിയാൽ വിശുദ്ധ വിളിയാൽ ഞങ്ങൾ വിളിച്ചെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പദ്ധതി ഉണ്ടല്ലോ. അതാവ് വ്യർത്ഥമായി ഞങ്ങൾ ആരെയും വിളിച്ചില്ല. നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് അങ്ങയുടെ സമയം വരെ യേശു നാളോളം അതിനെ തികക്കാൻ അങ്ങ് ശക്തനും ബലവാനാകിയ വിശ്വസനാകിയ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്തു. ആ വിശ്വസ്ത പാലിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കുടുംബത്തെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ ഭൗതികമായ സാധ്യമായ ശാരീരമായ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം പ്രസ്താവിച്ച വചനങ്ങൾക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവ് തന്നെ ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തരും നിയോഗം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കൈ ഞങ്ങളുടെ മേൽ വന്ന് അത് ഭാരമല്ല ഉപരിയായി നിയോഗം നൽകുന്ന ദിവസങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ 2024 കഴിയും മുമ്പേ അല്പ ദിവസങ്ങൾ ആഴ്ചകൾ ബാക്കി നിൽക്കുമ്പോൾ ഒരു ദൈവ പ്രവൃത്തി ദൈവസഭയെ ഓരോ കുടുംബങ്ങളെ ഓരോ കുഞ്ഞുങ്ങളെ യൗവനക്കാരെ സഹോദരി സഹോദരന്മാരെ മാതാപിതാക്കളെ രോഗികളെ കർത്താവ് അത്ഭുതം ചെയ്യണമേ. ഈ ദേശത്ത് അയക്കുന്നതിനായി സ്തോത്രം. മറ്റുള്ള ദേശങ്ങളിലുള്ളവർക്കായി സ്തോത്രം. നിങ്ങളുടെ സഹോദരി സഹോദരന്മാർ കുഞ്ഞുങ്ങൾ കർത്തദാസന്മാർ അവർ ആയിരുന്ന ദേശത്ത് അങ്ങനെ ആത്മശക്തിയെ നിറച്ച് നിയോഗം നൽകി അവരെ താവ് ഉപയോഗിക്കണമേ എന്നങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ആരും താഴ്ത്താവായിരിക്കാൻ ഭിന്നിപ്പിച്ച അനുഭവങ്ങൾ ഭവനങ്ങളായിക്കോട്ടെ സഭയിലായിക്കോട്ടെ അതെല്ലാം മാറ്റിക്കൊണ്ട് അത്ഭുത പ്രവൃത്തി സ്വന്തം അസാധ്യമായുള്ളത് കണ്ട് ആശങ്കപ്പെടുവാൻ ഭാരപ്പെടുവാനെല്ലാം പ്രവചിപ്പാൻ ആത്മാവിനെ പ്രവചിപ്പാൻ ധൈര്യത്തോടെ പ്രവചിപ്പാൻ അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കണമേ എന്നങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ദൈവസഭയും ഓരോ കുടുംബങ്ങളും അവർ വസിക്കുന്ന ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹം വിടുതാക്കി നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ പുച്ഛിക്കുന്നവരുണ്ടല്ലപ്പ ഞങ്ങൾ അറിയുന്ന കഴിഞ്ഞ നാളൊക്കെ ഞങ്ങളുടെ ദാസനും അച്ഛനേക ദൈവദാസന്മാർ പ്രവചിച്ച് പറഞ്ഞു ഞങ്ങൾ പുച്ഛിക്കുന്നവരുണ്ട്. ദൈവസഭയെ നോക്കിയ താവേ ഹല്ലേലൂയ അയ്യോ ഇതാണോ സഭ ഇതാണോ കൂട്ടം ഇതാണോ ദൈവത്തിന്റെ ജനം എന്നതാണോ ഞങ്ങളെ നോക്കി കണ്ടെത്താവെ പരിഹസിക്കുന്ന അതാവെ ജനത്തിന് മധ്യേ അങ്ങനെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾ ഒരുമിച്ച് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ ഞാൻ മതം ചാടി കളക്കും എന്നതാ ദാവീദ് മാത്രമല്ലോ ഞങ്ങളുടെ ഉള്ളിൽ ആത്മശക്തി പകർന്നാൽ ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു. പിശാചിന്റെ തന്ത്രങ്ങൾ കണ്ട് ഭയപ്പെടാനല്ല പിന്മാറിപ്പോകാനല്ല ഒരുമിച്ച് അതായത് ഐക്യമായി യുദ്ധം ചെയ്യുവാൻ താവെ ജയിച്ച കർത്താവിനെ മുഖം കണ്ട് അതിൽ സഭയെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്ത് അതേപോലെ ഞങ്ങൾക്ക് മാത്രമല്ല വരാത്ത നിങ്ങളുടെ ദൈവമക്കൾക്ക്
കുഞ്ഞുങ്ങൾക്ക് ദൂരസ്ഥരായിരിക്കുന്നവർക്ക് ഒരുപോലെ അനുഗ്രഹമാക്കി വിടലാക്കി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ കൃപയിൽ ആശ്രയിച്ചാവേ സാർത്ഥവാസം നടത്തുവാൻ ആഗ്രഹിക്കുന്ന കോൺഫറൻസ് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്തദാസന്മാർക്കായി സ്തോത്രം, കാലാവസ്ഥയ്ക്കായി സ്തുതിക്കുന്നു. അതാവേ 3 ദിവസമുള്ള ആദ്യത്താവേ സ്തോത്രം സെക്ഷനുകൾക്കായി സ്തോത്രം. വലിയ അനുഗ്രഹം വിടുന്നതായിരിക്കും സഹായിക്കണമേ. അനേകം താവേ ഞങ്ങൾ അറിയിപ്പാൻ ആഗ്രഹിക്കുന്നല്ലോ. അതാവേ ക്ഷണിക്കപ്പെട്ട ജീവിതങ്ങൾ ജാതികളിലൊക്കെ അനേകം കൂട്ടിവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവ പ്രവർത്തികത്താ ചെയ്യണമേ. അതിന് മുമ്പായ താവേ സ്തോത്രം അതിന്റെ ചില ഒരുക്കങ്ങൾ ദിവസങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന അതിന് മുമ്പേ തന്നെ കർത്താവ് ജീവിതങ്ങൾ കൂട്ടിവരുത്തണമേ. ഇതിന് ഉപസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓരോ നിയമങ്ങൾക്കായി സ്തോത്രം അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതാ വലിയ ജയം കർത്താവ് എഴുന്നേൽപ്പാൻ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുമാരങ്ങൾ അതേ പ്രവചിച്ചപ്പോൾ ദൈവത്തിന്റെ ആലോചന പ്രകാരം ദൈവത്തിന്റെ നിയോഗ പ്രകാരം അതേ പ്രവാചകൻ പ്രവചിച്ചപ്പോൾ ഒരു സൈന്യമായി തീർന്നെങ്കിൽ ഞങ്ങളുടെ ദിവസങ്ങൾ പ്രഖ്യാപിക്കുന്ന യേശു നാമത്തിൽ ഒരു സൈന്യമുണ്ടായി അങ്ങ് ഈ ദേശത്തിന് ഞങ്ങൾക്ക് വേണ്ടി നൽകാൻ പോകുന്ന എഴുന്നേൽപ്പിക്കാൻ പോകുന്ന ദിവസങ്ങൾക്കായി നാളുകൾക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഇപ്പോൾ കാണുന്ന അസ്ഥികുമാരമാണികളും അസ്ഥിയോട് ചേർന്ന് വരുന്ന അനുഭവങ്ങൾ അതേപോലെ ശ്വാസം നൽകി അനേകർക്ക് ജീവൻ പകർന്ന് ഒരു സൈന്യമായി യേശുവിന്റെ സൈന്യമായി കർത്താവ് നികർത്തിയിരിക്കാമെന്ന ദിവസങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരും ഭാര്യയുടെ ആവശ്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവപ്രവൃത്തിക്കായി സ്തോത്രം. തുടർന്ന് നാളുമുള്ള ആർക്ക് ദൈവസഭത്തായ ഉപവാസ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി ഈ ദിവസം അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിങ്ങളുടെ സമയങ്ങൾ മാറ്റിവെച്ച് ദൈവസ്ഥയിൽ വന്ന് കരയുവാൻ, ദൈവസ്ഥയിൽ ഇടിവ് നിൽപ്പാൻ, അതേ പാർപ്പാൻ, ആരാധിക്കുവാൻ, ഒരുമിച്ച് പോലും ധ്യാനിപ്പാൻ ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കുടുക്കിട്ട് വിശാലങ്ങളെ കുടുക്കിട്ട് ജോലി നിമിത്തം, വിദ്യാഭ്യാസ നിമിത്തം, ഭാരം നിമിത്തം ഞങ്ങളെ കുടുക്കിട്ട് കെണിയിട്ട് അവരെ താവേ പുറകോട്ട് പഠിപ്പിക്കുന്ന അനുബന്ധങ്ങളെ വിടുവിച്ച് കൂട്ടു സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ യൗവനക്കാരെല്ലാം കൂട്ടിവരുത്തണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പ്രവർത്തിക്കായി സ്തോത്ര സെക്ഷന്റെ പ്രവർത്തനങ്ങൾക്കായി ശ്രദ്ധിക്കുന്നു. കഥാവേ ദാസന്മാർക്കായി സ്തോത്രം, ഓരോ സഭകൾക്കായി ശ്രദ്ധിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കഥാവേ ഈ കഴിഞ്ഞ മാസം അങ്ങനെ കൃപദാസം നടത്തുവാൻ ആഗ്രഹിച്ച എല്ലാ കൂട്ടായ്മകളും പ്രവർത്തനങ്ങളും നടത്തുവാൻ കർത്താവ് സഹായിച്ചതായി സ്തോത്രം. അതുപോലെ പൂർണ്ണമായ കർത്താവേ ഡിസംബർ മാസം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ സംബന്ധിച്ച് എല്ലാ പ്രവർത്തനങ്ങൾക്കായി കേരളത്തിലും ഇന്ത്യയിലൊക്കെ ലോകംപാടും എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങനെ സമർപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മർദ്ദ വിഷയങ്ങൾക്കായി സ്തോത്രം, കുടുംബത്തെ വീടുകളിലേക്ക് സമർപ്പിച്ച് കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവപ്രവൃത്തി വ്യക്തമായ ദിവസം വീണ്ടും അവരുടെ ശരീരത്തിൽ, ആത്മാവിൽ, കുടുംബ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ എല്ലാം നിങ്ങൾ അനുഭവിച്ച് അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കാമെന്ന നാളുകൾക്കായി സ്തോത്രം. ജോലിയാനിക്കായി ശ്രദ്ധിക്കുന്നു, ഗിഫ്റ്റിമോക്കായി ഗിഫ്റ്റിനായി ശ്രദ്ധിക്കുന്നു. അവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ദാസ് നൽകി നല്ല ആലോചനക്കായി അവരുടെ വ്യക്തമായ താവേ പഥ്യ ഉപദേശത്തിനായി അതാവേ വെളിപ്പാടിനായി സ്തോത്രം ചെയ്യുന്നു. ജീവന് പകരം ഞാൻ ഇന്ന് പകൽ കേൾപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം. ജീവൻ പ്രാപിച്ച് ശക്തി പ്രാപിച്ച് പോവാൻ നിങ്ങൾ ഓരോരുത്തരും സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വീട് കണ്ടുകൊണ്ടോളം കൈവയ്ക്കുന്ന കൃപയ്ക്കായി ശ്രദ്ധിക്കുന്നു. ലോകം പറഞ്ഞ വിശ്വമാർഗം വിശ്വ സമാധാനമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം 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 നമ്മുടെ നമ്മൾ വരുന്ന പ്രാർത്ഥിച്ച സകല വിഷയങ്ങളിലും ഇപ്പോഴും തന്നെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.